കർത്താവേ, അനേകർ വീടുപോയ പോർക്കളത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളെ വീഴാതെ ഇവിടെ നിർത്തിക്കൊള്ളണമേ കർത്താവേ. ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ. വീഴാതെ ഇവിടെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള പിതാവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ മുട്ടുകളെ മടക്കുന്ന കർത്താവേ, ഞങ്ങളുടെ തലകളെ മടക്കുന്നപ്പാ, അവിടുത്തെ കൃപ ഞങ്ങളിൽ പകർന്ന് ഞങ്ങളെ മാനിച്ചാദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തിയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കടന്നു വരെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എത്ര വേഗം കൂട്ടിവരുത്തണമേ. വഴിമധ്യായിരിക്കുന്നവരെ സൂക്ഷിക്കണം, വാഹനങ്ങളെ നിയന്ത്രിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷേമത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പടയാക്കണം. ആരെങ്കിലും അലസരായ ഉദാസീനരായിരിക്കുന്നെങ്കിൽ ദൈവങ്ങളെ പ്രിയപ്പെട്ടവരുടെ ഇടപെടണമേ, സംസാരിക്കണമേ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി അങ്ങേ സ്നേഹിപ്പാനും സേവിപ്പാനും ആരാധിപ്പാനും അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ദിവസങ്ങൾ അവസരങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുവാൻ, ഓർക്കുവാൻ ഇന്ന് പകൽവേളയിൽ ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കാൻ സ്തോത്രം. കർത്താവേ, അവിടുത്തെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സ്മരണയാകുന്ന മേശ ഞങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ. വളരെ പ്രാഗൽഭ്യത്തോടെ പങ്കാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം ഓർക്കുക. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഓർക്കുക. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഓർക്കുക. അവയെ ഞങ്ങളെ വീണ്ടെടുത്ത് ഓർക്കുക. എന്ന് പകൽവേള ഞങ്ങൾ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. ശുദ്ധീകരിക്കണം, അനുഗ്രഹിക്കണം. തിരുനാമത്തിന് മഹത്വത്തിന് വേണ്ടി സകലം ചെയ്യും. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. ഗാനങ്ങൾ ആലപിക്കുന്നവരുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിഴലിൽ പാടുവാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറ്റുമായി ഏൽപ്പിക്കുന്നു. യേശു രക്ഷാവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കൊരുമിച്ച് ചേർന്ന് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. സ്തോത്രം. മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന് എന്നുള്ള ആ പാട്ട് നമുക്കൊരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവം നമുക്കൊന്ന് ആരോഗ്യം നൽകിയിട്ടുണ്ട്, ശക്തി നൽകിയിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകി ആരോഗ്യത്തോടെ ബലത്തോടെ പാടി കരങ്ങളെ അടിച്ച് ഉറക്കെ പാടി ദൈവത്തെ ആരാധിക്കാം. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും, പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും, രാജാക്കൾ മഹത്വക്കൾ പ്രഭുക്കന്മാർ വംശക്കാർ, രാജാക്കൾ മഹത്വക്കൾ പ്രഭുക്കന്മാർ വംശക്കാരേ ക്ഷാകരേ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ, സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും, സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. തീക്കൽ മഴ ഹിമമായി കൊടുങ്കാറ്റുവാ, തീക്കൽ മഴ ഹിമമാവി കൊടുങ്കാറ്റുവാ. പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും, പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും വാഴ്ത്തിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്,
മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും ബാലന്മാർ വൃദ്ധന്മാർ യുവതികളും താപ്പുകൾ കിന്നരം കൈതാളമേളത്താൽ താപ്പുകൾ കിന്നരം കൈതാളമേളത്താൽ വാഴ്ത്തിടട്ടെ മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന് മഹത്വത്തിനു സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ സ്വർഗാദി സ്വർഗവും സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന് മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും തീക്കൽ മഴ ഹിമമാടി കൊടും കാറ്റുവാ തീക്കൽ മഴ ഹിമമാവി കൊടും കാറ്റുവാ പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും വാഴ്ത്തിടട്ടെ മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന് മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും താപ്പുകൾ കിന്നരം കൈതാളമേളത്താൽ താപ്പുകൾ കിന്നരം കൈതാളമേളത്താൽ വാഴ്ത്തിടട്ടെ മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന് മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന് മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും പരിശുദ്ധ
ദൈവത്തെ ആരാധിച്ചു മഹത്വം കൊടുക്കട്ടെ. നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വീണ്ടും മടക്കി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ വിശുദ്ധ സഭായോഗമായി രാവിലെ സമയം കടന്നു വന്ന് നമ്മുടെ കർത്താവാൻ ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം ഒരു അവസരം കൂടെ ഈ ഭൂമിയുടെ വരപ്പിൽ വെച്ച് നമുക്ക് ദാനമായി നൽകി. കഴിഞ്ഞ രാത്രിവേള സുഖകരമായ വിശ്രമത്തെ നമുക്ക് എല്ലാവർക്കും ദൈവം നൽകി. നേരിടാമായിരുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങളും ഒക്കെ വിടുവിച്ച് ഈ പ്രഭാതവേള കണ്ടുണർന്നെഴുന്നേറ്റ് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ അവിടെ ദൈവം നമുക്ക് അവസരമൊരുക്കിയല്ലോ. സ്തോത്രം. കഴിഞ്ഞ നിമിഷം വരെ ഈ ലോകത്ത് അനേകം പ്രിയപ്പെട്ടവർ, നമ്മേക്കാൾ പ്രായം കൂടിയവർ, പ്രായം കുറഞ്ഞ സമപ്രായക്കാർ അനേകർ ലോകത്തുനിന്ന് മരണ വഴിയായി മാറ്റപ്പെട്ടു. നമ്മെ ദൈവം അത്ഭുതകരമായി പരിപാലനം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സൂക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മിൽ വെളിപ്പെടുത്തി നമ്മെ ഇത്രത്തോളം സഹായിച്ച് ദൈവസന്നിധാനത്തിൽ കൂട്ടി വരുത്തിയല്ലോ. ഇന്ന് പകൽവേളയിൽ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്, കൂട്ടായ്മ വലിയ വിടുതലായി തീരണം. മടങ്ങിപ്പോകുമ്പോൾ വലിയൊരു വിടുതലോടെ മടങ്ങിപ്പോകുക, വലിയ ശക്തിയോടെ ദൈവകൃപ പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുക എന്നൊക്കെ പറഞ്ഞു. കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം പാടുക. നമ്മുടെ പ്രിയപ്പെട്ട ദൈവം ബലപ്പെടുത്തി തുടർന്ന് ദൈവം ശക്തീകരിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, തുറന്നു ആത്മാവിൽ പാടുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നല്ല സംഗീത ഭാഗം നമുക്ക് നൽകുന്നത് ഓർത്ത്, നല്ല ഹല്ലേലൂയ ആരാധന നമ്മുടെ തിരുവചന ഹല്ലേലൂയ കഴിവ് നമുക്ക് നൽകുന്നത് ഓർത്ത് പ്രതികാൽ കർത്താവിന് വിലയേറിയ മേശ നമ്മുടെ മധ്യ കൊണ്ട് വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പങ്കുകാരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുക്കിയെടുക്കണം, ശുദ്ധീകരിക്കണം, കഴുകേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് ദൈവസന്നിധാനം നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് നമ്മെ ശോധന ചെയ്തുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാപ്രേരി സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി ഇപ്പോൾ പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധ നീതിമാനമായ ഞങ്ങൾ സ്വർഗസ്നായ പിതാവേ, ഈ പകൽക്കാലം കർത്താവ് സഭയായ നിന്റെ സന്നിധിയിൽ കർത്താവ് വിശുദ്ധാരാധനയായി കൂടി വരുവാൻ സഹായിച്ച ഞങ്ങളുടെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവ് ഈ പ്രഭാതം കാണാതെ കർത്താവ് അനേകർ ഈ ലോകം വിട്ടുപോയപ്പോൾ കർത്താവ് നീ ഞങ്ങളെ നിലനിർത്തി ഞങ്ങളുടെ ദയക്കും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം.
ഇന്നത്തെ ആരാധനയെ കർത്താവെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, കർത്താവ് കൂട്ടിവരുന്ന ജനത്തെ അനുഗ്രഹിക്കുമാറാണമേ കർത്താവെ. ആരെങ്കിലും വഴിമധ്യയിലായിരിക്കുന്നെങ്കിൽ എത്രയും വേഗം കൂട്ടിവരുത്തുവാൻ സഹായിക്കുമാറാണമേ കർത്താവെ. ആരെങ്കിലും രോഗത്തോല ദുഃഖത്താൽ കർത്താവെ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവെ നിന്റെ വചനമയച്ച് കർത്താവെ പൂർണ്ണ സൗഖ്യം കൊടുക്കുമാറാണമേ കർത്താവെ. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, പ്രബോധനം, സങ്കീർത്തനം എല്ലാം കർത്താവെ അങ്ങേക്ക് കർത്താവെ പ്രസാദമുള്ള യാഗമായി തീരുവാൻ കർത്താവെ നീ സഹായിക്കുമാറാണമേ കർത്താവെ. ഞങ്ങൾ ദൈവദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ദാസനെ കൂടെ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് കർത്താവ് നൂറുമേനിയായി വിളയുവാൻ കർത്താവ് നീ സഹായിക്കുമാറാണമേ കർത്താവെ. തിരുമേശ കർത്താവെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണമേ കർത്താവെ. പ്രാപിച്ച് ബലപ്പെടുവാൻ നീ സഹായിക്കുമാറാണ് കർത്താവെ. അല്പസമയം ബോധത്തോടെ ഇരുത്തുമാറാണമേ കർത്താവെ. പ്രാർത്ഥനയായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റുന്നു 141 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. 141 സങ്കീർത്തനം, Psalm 141. സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന സന്നിധിയിലുമായിരിക്കട്ടെ. യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദുഷ്പ്രവൃത്തിക്കാർ പ്രവൃത്തികളാൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ അവരുടെ സാധുപോയ നീതിമാനെ അടിക്കുന്നത് ദയ, അവനെ ശാസിക്കുന്നത് തലയ്ക്കെണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. എൻ്റെ ജാതികൾ മുളവാകിയാൽ നിലം ഉഴുത മറിച്ചിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതിൽക്കൽ ചിതറിക്കിടക്കുന്നു. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കൊടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്കും ദുഷ്ടന്മാർ സന്തകളിൽ അകപ്പെടുമാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. അല്ലെ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുകയാണല്ലോ. അല്ലെ, നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന സകല അപേക്ഷകളും ദൈവം കേട്ട് നമുക്ക് ഉത്തരമരേണ്ടതിനായി, ദൈവത്തിന്റെ കൃപ നമ്മിൽ പകർന്ന് നമ്മെ മാനിച്ചാദരിക്കേണ്ടതിനായി ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത്രത്തോളം നമ്മെ സഹായിച്ച, ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ സകല വിശ്വാസങ്ങളെ ദൈവത്തിന്റെ ഹൃദയത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. Praise Jesus. Hallelujah. 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 ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ എന്നുള്ളിൽ നിന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേദിയിൽ വന്നെന്നിൽ എന്നും അധിവസിക്കാം. ഈ സമർപ്പണത്തിന്റെ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ തങ്കച്ചിറാകാടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ
ശുദ്ധീകരിച്ചു. ദൈവം നമ്മിൽ വസിച്ച് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനാൽ ഒരുമിച്ച് ഒരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നവരാണ്. ദൈവസന്നിധാനത്തിൽ വളരെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും ദൈവത്തെ ആരാധിച്ച് നമുക്ക് മുഹൂർത്തപ്പെടുത്താനോ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. നമുക്കൊരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നിനക്കായി
നൽകിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ജപിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ക്ഷമതാധികൾ
Jesus, hallelujah, hallelujah. ശക്തിയോടെ ആത്മാവിൽ നിറവേറത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. Thank you, Lord Jesus. Hallelujah, 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 hallelujah. Glory to God, Jesus. Thank you, Lord. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ തലകളെ വണക്കാമല്ലോ. പരിശുദ്ധ കർത്താവായ ദൈവമേ, നിങ്ങളുടെ സന്നിധാനത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽ വേള ഞങ്ങളെ കൂട്ടിവരുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം ഞങ്ങളിൽ പകർന്ന് ആത്മാവിന്റെ നിറവിനാൽ ഞങ്ങളെ നിറച്ചതോർത്ത് സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന സമയങ്ങൾ വളരെ ഭയത്തോടും ഭക്തിയോടും ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾക്ക് നൽകിയ നല്ല സംഗീത ഭാഗത്തിനായി സ്തോത്രം. ഞങ്ങളോട് ഇടപെടണം, ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലാക്കി തീർക്കണം. ഗാനങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കും, തുറന്ന് ബലപ്പെടുത്തണം. ഞങ്ങളെല്ലാവരും ഒരുപോലെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, എളിയവരെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗ്ഗീയ പിതാവേ, നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിലിരിക്കാം. Praise the Lord. Hallelujah. രാവിലെ തന്നെ എല്ലാവരും തളർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. സ്തോത്രം. അതോ യേശുവിന്റെ തണുപ്പ് കൊണ്ട് തണുത്തിരിക്കുകയാണോ, ആരാധിച്ച് തണുത്തിരിക്കുകയാണോ എന്നറിയില്ല. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തുതിച്ചാട്ടെ. യെസ്, താങ്ക് യു. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിൽ ഈ പ്രഭാതവേളയിൽ മുഖത്തുപെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ സഭയായി നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വിശേഷിയാൽ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന സഭാ കൗൺസിൽ, നമ്മുടെ എൽഡേഴ്സായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കും. ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. കഴിഞ്ഞ രാത്രിയുള്ള ദൈവം നമ്മെ താങ്ങിയതിനാൽ ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചതോർത്ത് സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത് നന്ദിയുള്ളവരായി
നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗം ഇന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. സ്തോത്രം. ദൈവസന്നിധാനത്തിൽ ഒരു പ്രാർത്ഥന നടത്തുകയാണ് സങ്കീർത്തനക്കാർ. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ ഒരു സന്ധ്യാ പ്രാർത്ഥനയായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ കരങ്ങളെ ദൈവത്തിൽ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന, യാഗം കഴിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കൂടെ കാണുവാൻ കഴിയും. ദാവീദിൻ്റെ സങ്കീർത്തനം ഉടനീളം പഠിക്കുമ്പോൾ ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം, ദൈവത്തെ താൻ ശരണമാക്കിയിരിക്കുന്നു. ഒട്ടുമിക്ക സങ്കീർത്തനങ്ങളിലും തൻ്റെ വാക്കുകളിൽ കൂടെ താൻ പ്രകടമാക്കുന്നു. അത് തൻ്റെ ജീവിതത്തിലെ അനുഭവമായി തന്നെ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി താൻ കരുതിയത് ദൈവത്തിൻ്റെ ആലയവും ദൈവത്തെ ആരാധിക്കുന്ന ആരാധന. ഇത് രണ്ടും തൻ്റെ ജീവിതത്തിൽ വിട്ടുമാറാതെ താൻ ചേർത്തുകൊണ്ട് നടക്കുന്ന ഒരനുഭവമായിരുന്നു ദാവീദിനുള്ളത്. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ വഴിവെക്കുന്നു, പൊതുസ്ഥലമെന്നോ വനാന്തരമെന്നോ മരുഭൂമിയെന്നോ ഭവനത്തിൻ്റെ ഉള്ളറയെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എപ്പോഴൊക്കെ തനിക്ക് അവസരം കിട്ടുമോ അപ്പോഴെല്ലാം ദൈവത്തെ ആരാധിക്കുന്ന, അപ്പോഴെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന, സന്ദർഭങ്ങളെല്ലാം ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതത്തിന് ഉടമ എന്ന് വേണം നമുക്ക് പറയാൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്തോത്രം മാതൃക ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രാത്രിവേളയിൽ നമ്മൾ സാധാരണ കിടക്കയിലേക്ക് പോകുമ്പോൾ കുടുംബ പ്രാർത്ഥന നടത്തിയാണെങ്കിലും കിടക്കയിലേക്ക് പോകുമ്പോൾ ദൈവത്തോട് കർത്താവേ, ഇന്ന് രാത്രിവേള എന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അവിടുത്തെ സംരക്ഷണത്തിനായി അങ്ങയുടെ സൂക്ഷിപ്പിനായി എന്നെ ഏൽപ്പിക്കുന്നു, പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കും നമ്മൾ ഒട്ടുമിക്ക പേരും കിടക്കയിലേക്ക് പോകുന്നത്. സ്തോത്രം. ഇവിടെ അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സംരക്ഷണത്തിന് വേണ്ടി, ദൈവം തന്നെ സൂക്ഷിക്കേണ്ടതിനായിട്ട്, ദൈവം തന്നെ പരിപാലിക്കേണ്ടതിനായിട്ട് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗം കൂടെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് തനിക്കൊരു ശുദ്ധീകരണം കൂടെ ആവശ്യമാണെന്നുള്ളൊരു പ്രാർത്ഥന. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, നീ എന്നെ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ രാത്രി എന്നെ പരിശോധിച്ചു എൻ്റെ ഹൃദയത്തിൽ ദുരുദ്ദേശമൊന്നും നീ കണ്ടെത്തൊന്നുമില്ല. എൻ്റെ ഹൃദയത്തിൽ നീ എന്നെ പരിശോധിച്ചപ്പോൾ, എന്നെ ശോധന ചെയ്തപ്പോൾ, ഈ രാത്രി എന്നെ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ, സ്തോത്രം, എന്നെ ശോധന ചെയ്തപ്പോൾ എന്നിൽ നിന്ന് ഒരു ദുരുദ്ദേശവും അങ്ങ് കണ്ടെത്തിയില്ല. സ്തോത്രം. നമുക്ക് ദൈവത്തിൽ പറയാൻ കഴിയുമോ പ്രാഗൽഭ്യത്തോടെ, ദൈവമേ, നീ എന്നെ ഇന്ന് രാത്രിവേള ഒന്ന് ശോധന ചെയ്താൽ. നാം കിടക്കയിലേക്ക് പോകുമ്പോൾ നാം ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ദൈവമേ, ഇന്ന് രാത്രിവേള നീ എന്നെ ഒന്ന് സന്ദർശിച്ചാൽ, നീ എന്നെ ഒന്ന് ശോധന ചെയ്താൽ, നീ എന്നെ ഒന്ന് പരിശോധിച്ചാൽ, സ്തോത്രം, എന്നിൽ ദുരുദ്ദേശമൊന്നും കണ്ടെത്തുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു പകൽവേളയിലെ മുഴുവനത്തെ നമ്മുടെ ജീവിതത്തിന് ശേഷം, ഒരു പകൽവേളയിലെ നമ്മുടെ അധ്വാനത്തിന് ശേഷം നമ്മൾ കിടക്കയിലേക്ക് പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, എന്നെ നീ ഒന്ന് പരിശോധിച്ചാൽ എന്നിൽ ദുരുദ്ദേശമൊന്നും കണ്ടെത്താൻ കഴിയുകയില്ല എന്ന്. സ്തോത്രം. ഇവിടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ഓരോ ദിവസം അനുദിന ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോലും പലവിധമായ കളങ്കങ്ങൾ ഭവിച്ചെന്ന് വന്നേക്കാം. സ്തോത്രം. നമ്മുടെ സംസാരത്തിൽ ഒരുപക്ഷെ തെറ്റുകൾ സംഭവിച്ചെന്ന് വരാം. ഒരുപക്ഷെ നമ്മുടെ നോട്ടത്തിലോ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ചിന്തയിലോ ഒക്കെ ഹല്ലേലൂയ പോരായ്മകൾ സംഭവിച്ചെന്ന് വരാം. എന്നാൽ അന്ന് പകൽവേളയിലെ ജീവിതത്തിൽ കടന്നുകൂടിയ എല്ലാ ഹല്ലേലൂയ കുറവുകളും ദൈവസന്നിധാനത്തിൽ, എല്ലാ വീഴ്ചകളും ദൈവസന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച്
ഒരു ശുദ്ധീകരണത്തോടുകൂടെ ദൈവസന്നിധാനത്തിൽ വിശ്രമിപ്പാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിപ്പാനിടയാകും. സ്തോത്രം. ഞാൻ ചിലരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോഴും സ്തോത്രം അവരെന്ത് ചെയ്യുന്നറിയാമോ? ക്രീമും തേച്ച് പൗഡറും ഇട്ട് സ്പ്രേ അടിച്ച് ഒരുക്കത്തോടങ്ങ് പോവുക. സ്തോത്രം. ഏതിനാ? ഞാൻ ചിലപ്പോൾ അതൊക്കെ കേട്ട് ചിന്തിച്ചിട്ടുണ്ട്, ഇനി രാത്രി അങ്ങ് പോയാലോ? എന്തു നിങ്ങളെല്ലാം കൂടെ പേടിച്ചിരിക്കുന്നത്? പക്ഷേ നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിനും ഒരു ശുദ്ധീകരണത്തോടെ, ഹൃദയത്തിലും ജീവിതത്തിലും ഒരു ശുദ്ധീകരണത്തോടെ അന്ന് രാത്രിവേള വിശ്രമിപ്പാൻ കഴിഞ്ഞാൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ എന്തൊരു ആനന്ദമായിരിക്കും നമുക്ക് കണ്ടെത്താൻ കഴിയും. സ്തോത്രം. ദാവീദ് പറയുക, എന്നെ ശുദ്ധീകരിക്കണം. സ്തോത്രം. അതുപോലെ എന്നെ നീ ഇന്ന് രാത്രിവേള ഒന്ന് സംരക്ഷിക്കണം. ഒരു പക്ഷേ ഒന്ന് ദൈവമക്കളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു പക്ഷേ രാത്രിയിൽ നാം വിശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വന്നാൽ, അല്ല ആ രാത്രി നമ്മുടെ അവസാനത്തെ രാത്രിയായാൽ, ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും സംഭവിച്ചേക്കാം. ഒന്നിൽ നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ അരുമമണാളൻ്റെ വരവ്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ അവസാനത്തെ രാത്രി, അല്ലെങ്കിൽ അവസാനത്തെ നിമിഷം. ഇതേത് വേണമെങ്കിലും സംഭവിക്കാം. ഏത് സംഭവിക്കുമെന്ന് വന്നാലും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഒരുക്കമുള്ളവരായിരിക്കണം. ഒന്നാമത്തെ വാക്യത്തിൽ, യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും, നീ എൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യണം? വേഗം വരണം. സ്തോത്രം. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കും. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂമമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും. ദൈവസന്നിധാനത്ത് കൈകളെ മലർത്തി പ്രാർത്ഥിപ്പാൻ ശുദ്ധീകരണമുള്ള കൈയോടെ, വെടിപ്പുള്ള കൈയോടെ നമ്മൾ യാഗം കഴിക്കുക. സന്ധ്യായാഗമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ കൈകളെ തിരുസന്നിധിയിൽ മലർത്തുന്നത് സന്ധ്യായാഗം പോലെ. അപ്പോൾ ഈ യാഗത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ആ യാഗം ദൈവത്തിന് സുഗ്രാഹ്യമാകുമോ? ദൈവത്തിന് അംഗീകാരമുള്ളതാകുമോ? സ്തോത്രം. ആ കൈകൾ വെടിപ്പുള്ളതായി ദൈവത്തെങ്കിലേക്കൊന്ന് മലർത്തിക്കഴിഞ്ഞാൽ, സ്തോത്രം, കളങ്കമില്ലാത്ത അഴുക്കില്ലാത്ത ഒരു കൈ ദൈവസന്നിധാനത്തിലേക്ക് മലർത്തിക്കഴിഞ്ഞാൽ അതൊരു യാഗമായി ദൈവം സ്വീകരിക്കുന്നു എന്ന, അല്ലെങ്കിൽ അങ്ങനെ അത് കരുതണമേ, സന്ധ്യായാഗമായിട്ട് അത് തീരട്ടെ എന്ന് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവഭക്തൻ ചെയ്യുന്നത്. നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ശുദ്ധീകരണമുള്ളവരായിരിക്കും. നമ്മുടെ രക്ഷയ്ക്ക് ത്രികാല അനുഭവമാവുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾക്ക് സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അവരോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. സ്തോത്രം. രക്ഷയ്ക്ക് ത്രികാല അനുഭവമാണ്. ഒന്ന്, ഒരിക്കൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. രണ്ട്, അനുദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണമായ ഹല്ലേലൂയ, സ്തോത്രം, രക്ഷയുടെ ആ ഏറ്റവും പൂർത്തീകരണമായ അവസ്ഥ രക്ഷിക്കപ്പെടും. ഭാവിയിൽ എങ്ങനെ നമുക്കൊരു രക്ഷയുടെ പൂർത്തീകരണമുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. കാരണം ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല ഭാഗങ്ങളൊന്നും. സ്തോത്രം. അങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന അടുത്തൊരു പ്രാർത്ഥനയുണ്ട്. 5-ാം വാക്യം, നീതിമാൻ എന്നെ അടിക്കുന്നത് എനിക്ക് തയ്യ, അവൻ്റെ ശാസന എൻ്റെ തലയ്ക്ക് എണ്ണ, അത് എൻ്റെ തല വിലക്കാതിരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ചില ശാസനകളും സ്തോത്രം ചില ഉപദേശങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമായി കരുതണം. അതാരാണെങ്കിലും, നമ്മെക്കാൾ മുതിർന്നവർ നമ്മളെ ശാസിക്കുമ്പോൾ, സ്തോത്രം, നീതിമാൻ നമ്മളെ ശാസിക്കുമ്പോൾ, ദൈവകൃപ നിലനിൽക്കുന്ന ദൈവഭക്തന്മാർ നമ്മളെ ശാസിക്കുമ്പോൾ അത് നമ്മൾ വിലക്കാതിരിക്കണം. ഞാൻ എവിടെയും നിന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. താഴോട്ട് വായിച്ചു വരുമ്പോൾ അവസാന ഭാഗം ഞാൻ വായിച്ചു നിർത്താം. കർത്താവായ യഹോവേ, എൻ്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു. നമ്മുടെ കണ്ണ് എവിടേക്കാണ് നമ്മൾ ഉയർത്തുന്നത്?
സഹായം വരും നമ്മുടെ പർവ്വതങ്ങളിലേക്കാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽവേള ദൈവസന്നിധാനത്തിലേക്ക്, ഉയരത്തിലേക്ക് കണ്ണുകളെ ഒന്ന് നോക്കാം, കണ്ണുകളെ ഉയർത്താം. ഉയരത്തിൽ നിന്ന് മാത്രമാണ് നമ്മുടെ സഹായം വരുന്നത്. ഈ ഭൂമിയിലെ സകല സഹായങ്ങളും സകല അനുകൂലമായ അനുഭവങ്ങളൊക്കെ വ്യർത്ഥമാണ്. പക്ഷെ ഉയരത്തിലുള്ള സഹായം നമുക്ക് ലഭിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മൾ ധന്യരായിത്തീരും. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു ആത്മീയ അനുഭവത്തിലേക്ക് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിപ്പാൻ ഇടയാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനായിട്ടുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് ആ വാക്യങ്ങളെ പറയുന്നതായിരിക്കും. പ്ലീസ്, our children will come forward and will say the Bible verse. Come forward, please. Be quick. Jezreel James. Praise the Lord. Colossians 3 verse 13. Bear with each other and forgive one another. If any of you has a grievance against someone, forgive as the Lord forgave you. Amen. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ആഴ്ചയിൽ ദൈവം ആരോഗ്യത്തോടെ കൂട്ടി വരുത്തി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം, പ്രിയ കുഞ്ഞുങ്ങൾക്ക് അവസരം ഒരുക്കി തന്നു. തുടർന്ന് ദൈവം അവരെ സഹായിക്കേണ്ടതിനായി നമുക്ക് പാട്ട് പാടുന്നു ഈവനിങ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. അവരെ ദൈവം എത്രത്തോളം സഹായിച്ച് തുടർന്ന് ബലപ്പെടുത്തേണ്ടതിനായി. അവരുടെ സ്കൂൾ വെക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ദൈവം അവർക്ക് വേണ്ട കൃപ, ശക്തി പകർന്നവരെ മാനിക്കേണ്ടതിനായിട്ട്, അനർത്ഥങ്ങൾ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതിന് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി തിരുസന്നിധാനത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിലും ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു. അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ വിടുവിച്ച് കർത്താവ് അവരുടെ സ്കൂൾ യാത്രകളിലും പഠന കാര്യങ്ങളൊക്കെ കൂടിരുന്നു. അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ വിടുവിച്ച് സൂക്ഷിച്ചു. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. കർത്താവെ പ്പെടുത്തുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ വെക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു. അവരെ പ്രത്യേകം സൂക്ഷിക്കണമേ. ദിവസങ്ങൾ അനർത്ഥങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ കൃപയിൽ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് മുദ്ര വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരെല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. തുടർന്ന് സാക്ഷ്യത്തിനായിട്ടുള്ള സമയം വേർതിരിക്കുന്നു. വേഗത്തിൽ സമയത്തെ വേർതിരിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സാക്ഷ്യം നിൽപ്പാനെന്ന കൃപയ്ക്കായി തന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. 2 മാസക്കാലം മസ്കറ്റിൻ്റെ പ്രദേശത്തായിരിക്കാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് സഹായിച്ചു. ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോഴൊക്കെ കർത്താവിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവഹിതമെങ്കിൽ 7 പൈതലും ഇന്ന് രാത്രിയിൽ നാട്ടിലേക്ക് കടന്നു പോകുന്നു. ഞങ്ങളുടെ യാത്രയിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരിക്കേണ്ടത് എന്നെ ദേവദാസിൻ്റെ കുടുംബത്തിൻ്റെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്നു. ഷീന. ഓക്കെ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും സഭാമധ്യേ ഒരു എളിയ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് അടിയനെയും ബലപ്പെടുത്തി കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ മൂത്ത പൈതൽ ജോഹാൻ ഈ ദേശത്ത് അവൻ്റെ 12ാം ക്ലാസ് വരെ പൂർത്തീകരിച്ച് ദൈവഹിതമെങ്കിൽ ഈ വരുന്ന തിങ്കളാഴ്ച നാട്ടിലേക്ക് തുടർ പഠനത്തോടനുബന്ധിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ദൈവം അതിശയ അത്ഭുതകരമായി അടിയങ്ങളെ ഈ ദേശത്ത് പരിപാലിച്ചു. അന്ന് അവൻ്റെ ജന്മം മുതൽ ഈ ദേശത്തായിരുന്ന ബാബു സമൂൽ പാസ്റ്റർ മുതൽ ഇപ്പോൾ ഉള്ള രാജൻ ജോർജ് പാസ്റ്റർ വരെയുള്ള എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രാർത്ഥന ഒക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. അതേപോലെ തന്നെ തലമുറകളില്ലാതെ ഭാരപ്പെട്ട സമയത്ത്
പ്രത്യേക ബാധ്യത പ്രേയർസിൽ മറക്കാൻ പറ്റത്തില്ല. വളരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെയൊക്കെ ഓർത്ത് അവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നു. എങ്കിലും അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ ദൈവം അവരെ സൂക്ഷിക്കട്ടെ. എല്ലാവരോടും അടികൾ നന്ദിയുള്ളവരാണ്. അതേപോലെ അവൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അതുപോലെ സഹോദരി സമാജം, എല്ലാവരും അവർക്ക് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇതിൽ മക്കൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം മാതാപിതാക്കൾക്ക് വേറെ ഒന്നുമില്ല. എവിടെ കടന്നു പോയാലും ദൈവഹിതത്തിനൊത്ത് ദൈവത്തെ പറ്റി അന്ത്യത്തോളം വിശ്വസ്തയോടും നേരോടും കൂടെ ജീവിക്കേണ്ടതിനും ദൈവഹിതത്തിനൊത്ത് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ കാണപ്പെടുവാൻ അവിടുന്ന് അതിലൊരുക്കമുള്ളവനായി ജീവിക്കേണ്ടതിന് ദൈവമക്കളുടെ ഓരോരുത്തരെയും വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ദൈവസന്നിധിയിൽ അടികളെ കുടുംബമായി താഴ്ത്തി സമർപ്പിക്കുന്നു. അതുപോലെ വാക്കിലോ പ്രവൃത്തിയിലോ പൈതലിൻ്റെ ഭാഗത്തു നിന്ന് അടികളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം ഞാൻ ക്ഷമ ചോദിക്കുന്നു. അടികളുടെ കുടുംബം അടികളെ സമ്പൂർണ്ണമായി ദൈവസന്നിധി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി താണിരുന്നു. Praise the Lord. God give me one more year in my life. Please pray for me. Aaron. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവമക്കളോടും ദൈവദാസനോടും ചേർന്ന് ഈ പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന സാവകാശനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 മാസക്കാലം ഞാൻ ശാരീരികമായിട്ട് അല്പക്ലേശത്തിൽ നാട്ടിലായിരുന്നു. എന്നാൽ ഇന്നത്തോളം പൂർണ്ണ ആരോഗ്യത്തോടും പൂർണ്ണ ബലത്തോടും കൂടി ഇന്ന് പകൽക്കാലവും ദൈവസഭയോടും ദൈവമക്കളോടും ചേർന്ന് ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. വീണ്ടും ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസഭയിൽ താണിരിക്കും. രാജാനല്ലേ ധന്യനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ, സഭാ എക്സിക്യൂട്ടീവ്, മറ്റെല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ രാജ്യത്തേക്ക് ആദ്യമായി കടന്നു വരുവാൻ ദൈവം ഒരു അവസരം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചെറുപ്പം മുതൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്ന് എൻ്റെ പഠനാർത്ഥം ഡൽഹിയിലേക്ക് കടന്നു പോവുകയും ദൈവദിനം പഠിക്കുകയും അവിടെ ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി. എന്നാൽ എൻ്റെ പിതാവിൻ്റെ വേഗത്തിൽ ശാരീരികമായ അസ്വസ്ഥയുണ്ടായി വേഗത്തിൽ നാട്ടിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ട്രീറ്റ്മെൻറ്റോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. എന്നാൽ പ്രിയ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. തുടർന്ന് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെയൊക്കെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അവസരം നൽകി. തുടർന്ന് ദൈവത്തിൻ്റെ വേലയുള്ള മുഖത്ത് IPC ചർച്ച് വേങ്ങൂർ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുവാൻ ദൈവാത്മാവോട് ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാൻ കൊട്ടാരക്കരയിൽ എൻ്റെ സ്വദേശം കിഴക്കേത്തൂരിലാണ്. കിഴക്കേത്തൂരിൽ താമസിച്ചുകൊണ്ട് സദാനപുരത്ത് ഞാൻ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഒരു ചർച്ചും സ്ഥലം വെക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്. എങ്കിലും എല്ലാം ദൈവം നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. പേര്? എൻ്റെ പേര് ജോൺസൺ. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. വളരെ പ്രാർത്ഥനയോടെ തുടർന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ നാം കേട്ടല്ലോ. ദൈവം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈ മരുഭൂമിയിൽ അത്ഭുതമായി പരിപാലിപ്പാനിടയായി. തുടർന്ന് ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ സിസ്റ്റർ ഷീല കുഞ്ഞ് പൈതലോടും ഒരുമിച്ച് ഇവിടെ കടന്നു വന്ന ചില മാസങ്ങളായിരിക്കാൻ ദൈവം അവസരം ഒരുക്കി. കുടുംബമായി ഇവിടെ ആയിരിക്കാൻ ദൈവം അവസരം ഒരുക്കി ഇന്ന് തിരികെ കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ദൈവം തങ്ങൾക്ക് നൽകിയവരെ അനുഗ്രഹിക്കേണ്ട യാത്ര ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ പൈതൽ ജോഹാൻ നാട്ടിലേക്ക് അവൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നല്ലോ. ദൈവത്തിൻ്റെ കൃപ അവനോടൊപ്പം ഇരുന്നവരെയും സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ പൈതൽ ആരോൻ്റെ ജീവിതത്തിൽ 1 വർഷം കൂടെ ദൈവം ദാനമായി നൽകി. പ്രിയ പൈതലിനെ
ആയുസ്സോടെ ആരോഗ്യത്തോടെ പിന്നെയും പരിപാലിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചില മാസങ്ങൾ 2-3 മാസത്തിന് ശേഷം പ്രിയ രായിച്ചാനും കടന്നു വന്ന് പ്രിയ മധുചാൻ കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശാരീരമായി ക്ലേശങ്ങൾ കൊടുത്താൽ കടന്നുപോയി. ദൈവം ആരോഗ്യം നൽകിയിട്ട് പൂർണ്ണ വിടുതലോടെ ആരോഗ്യത്തോടെ ദിവസങ്ങളിൽ പരിപാലിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്ററും ഇവിടേക്ക് കടന്നു വരുവാനിടയായി. ദൈവം തന്നെ സഹായിക്കേണ്ട ഇവിടെയായിരിക്കുന്ന ദിവസങ്ങളിൽ ദൈവം തന്നെ പരിപാലിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങൾ, നാം കേട്ടതായ സാക്ഷ്യവാചകങ്ങൾ നാം ഒരുമിച്ച് ആ വിഷയങ്ങളെ ദൈവസന്നിധാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതുമേൽ ദൈവം അവർക്ക് നൽകേണ്ട എല്ലാ വിടുതലുകളും അനുഗ്രഹങ്ങളും നൽകി ദൈവം മാനിച്ചാദരിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരുടെ ഭാഗത്തിൻ്റെ ആൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പാദപീഠത്തിൽ സഭായോഗമായി കടന്നു വന്ന് അങ്ങയെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വന്ന സമയം മുതൽ ഈ സമയം വരെയും അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഞങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിലോട്ട് കടന്നു വരുന്ന കർത്താവെ, സാക്ഷ്യവചനങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയുടെ കരം നീട്ടി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഞങ്ങളെ സഹായിച്ചു ദൈവത്തെ ആ നന്ദിയുള്ള ഹൃദയത്തോടെ ആ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ സിസ്റ്റർക്കും പൈതലും കഴിഞ്ഞ ദിവസങ്ങളിൽ 2 മാസത്തോളം ഈ രാജ്യത്തായിരിക്കാൻ കുടുംബമായി പാർത്ത് ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ ദൈവർ കൊടുത്ത നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ദൈവം ഇങ്ങനെ രാത്രി കർത്താവെ പ്രിയ അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അവരുടെ യാത്രയ്ക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്ര അവർക്ക് നൽകി സമാധാനത്തോടെ സന്തോഷത്തോടെ ഭവനത്തിലെത്തി അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിക്കണമേ. പ്രിയ സഹോദരൻ ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ദാസനെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സാമ്പ്രദാനം കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവരെ കുടുംബമായ രക്ഷകരമായ ദിവസങ്ങളിൽ ദൈവം ഈ ദേശത്ത് പരിപാലിച്ചു നടത്തിയുള്ള വഴികൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് അവർക്ക് ദാനം കൊടുത്ത മൂത്ത പൈതൽ വിദ്യാഭ്യാസം കഴിഞ്ഞ കർത്താവ് 12ാം ക്ലാസ് വരെ രാജ്യത്ത് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. നല്ലൊരു വിജയം പൈതൽ കൊടുത്ത ഞങ്ങളുടെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവൻ്റെ തുടർ പഠനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് വരും ദിവസങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകുന്നു. കർത്താവെ, പൈതലിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ കടന്നു നിന്ന് പഠിക്കുന്ന കലാലയത്തിൽ അനുഗ്രഹമായി ഒരു മാതൃകയുള്ള പൈതലായി വളർന്നു വരുവാൻ അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ ആത്മീയ ജീവിതം ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ ആ പൈതലിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയരായിച്ചാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3-4 മാസക്കാലം നാട്ടിലായിരുന്നല്ലോ, ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സൗഖ്യത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ പിന്നെയും കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസൻ ഈ രാജ്യത്തായിരിക്കുമ്പോൾ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ ദാസന്റെ മേൽ ദൈവം പകരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പ്രിയ പൈതലാനായി പ്രാർത്ഥിക്കുന്നു. 1 വർഷം കൂടെ അവൻ്റെ ജീവിതത്തിൽ ആയല്ലോ. അതിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവൻ്റെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിലായി വളർന്നു വരുവാൻ ദൈവനെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശുവിനുള്ള ബന്ധത്തിൽ രാജ്യത്ത് കടന്നു ഞങ്ങളുടെ ദാസന് ദൈവദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൻ്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുമാറാകണമേ. എന്തുദ്ദേശത്തോടെ രാജ്യത്ത് കടന്നു വന്നോ അതൊക്കെ അനുഗ്രഹത്തോടെ പ്രാപിച്ച് ആത്മീയ ജീവിതത്തിനും ഭൗതിക നന്മ പ്രാപിച്ച് മടങ്ങുവാൻ ഞങ്ങളുടെ ദാസനെ ദൈവം സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും അല്പസമയം ഞങ്ങളുടെ പാതപിടുത്തായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തോടെ ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ദാസനെ അഭിഷേകത്തോടെ പകൽക്കാലം നിർത്തുമാറാകണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയായി അനുഗ്രഹമായി വിടുതലായി മടങ്ങുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മേശയിലും കർത്താവെ പ്രാഗൽഭ്യത്തോടെ കൈനീട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തടസ്സമായ കുറവുകളൊക്കെ അടിയുടെ ജീവിതത്തിലെ കുറവുകളുണ്ടെങ്കിൽ ഇന്നൂടെ കഴുകി ശുദ്ധീകരിക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കണം കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പാടുന്നതും ആരാധിക്കുന്നതും എല്ലാം അങ്ങയുടെ നാമത്തിന് മഹത്വമാക്കി തീർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അൻപുള്ള യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിന് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുവാൻ, ദൈവത്തിന് നന്ദി അർപ്പിപ്പാൻ ഇന്ന് പകലിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. കർത്താവ് ധാരാളമായി എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരുന്ന ഇടങ്ങളെ ദൈവം സൂക്ഷിച്ചു ക്ഷേമത്തോടെ ഇവിടേക്ക് കടന്നു വരുന്നിടയായി. ഇവിടെ ആയിരുന്ന പ്രിയപ്പെട്ടവർ അടുത്ത ദിവസങ്ങളൊക്കെ നാട്ടിലേക്ക് കടന്നു പോകുന്നു. അവരെയും ദൈവം അത്ഭുതകരമായി പരിപാലിക്കട്ടെ. ക്ഷേമത്തോടെ അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടെത്തിക്കണ്ടേ എന്ന് ദൈവസന്നിധാനത്തിൽ
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ മേശയും നമ്മുടെ മധ്യം ഉണ്ടല്ലോ. വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പങ്കുകാരായി തീരത്തക്കവണ്ണം കർത്താവിൻ്റെ മേശ ശുദ്ധീകരിച്ച് അതിനുവേണ്ടി ഒരുക്കേണ്ടതിനായി ഇത് നമുക്ക് അനുഗ്രഹത്തിൻ്റെ മേശയായി തീരേണ്ടതിന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവചനത്തിലുള്ളൊരു ഭാഗം നമുക്ക് വായിക്കാം. സെഖര്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന്. യഹോവയായ ദൈവം യോശുവയോട് സംസാരിക്കുന്ന പുരോഹിതനായ യോശുവയോട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ഇവിടെ നിർദ്ദേശം കൊടുക്കുക, ആലോചന അറിയിക്കുക. ഒരു ദൈവ പൈതൽ അനുദിന ജീവിതത്തിൽ നിവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർപ്പിച്ച് ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സെഖര്യാ പ്രവചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഈ അധ്യായത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, മഹാപുരോഹിതനായ യോശുവയെ കുറിച്ച് ആക്ഷേപം പറഞ്ഞു. ആക്ഷേപം എന്ന് പറയുമ്പോൾ സാത്താൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ അഴുക്ക് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വാദിക്കുന്നതായ വാദഗതിയാണ് നമുക്കിവിടെ ഈ അധ്യായത്തിൽ പ്രധാനമായി കാണുന്നത്. അവിടെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അവനെനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. പ്രവാചകനായ സെഖര്യാവിന് ദൈവം കാണിച്ചു കൊടുത്ത ഒരു കാഴ്ചപ്പാട്, ദർശനമെന്ന് വേണമെങ്കിൽ പറയാം, സ്തോത്രം, ഒരു വെളിപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. കാണിച്ചു കൊടുത്ത ഒരു കാഴ്ചപ്പാടാണ് സാത്താൻ മഹാപുരോഹിതനായ യോശുവയ്ക്കെതിരെ കുറ്റം ചുമത്തുവാൻ, സ്തോത്രം, അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായ ഒരു കാഴ്ച. ആരാണെന്ന് ഓർക്കണം? മഹാപുരോഹിതനായ യോശുവ. മറ്റു വലിയ തെറ്റൊന്നും ചെയ്തിട്ടല്ല അവനെ കുറ്റം ചുമത്താൻ നിൽക്കുന്നത്. അവൻ്റെ മേലുള്ള കുറ്റാരോപണം അവൻ്റെ വസ്ത്രത്തിൽ അല്പം അഴുക്ക് പിടിച്ചിരിക്കുന്നു. ആ അഴുക്ക് കണ്ടിട്ട് ഭൂലോകമൊക്കെയും ഊടാടി സഞ്ചരിച്ചു വന്നിട്ട് എല്ലാവരുടെ മേലും നോട്ടം വെച്ചിട്ട് ഇവിടെ വന്ന് ആക്ഷേപം ഉന്നയിക്കാൻ നിൽക്കുന്ന ആർക്കെതിരെയാണ്? മഹാപുരോഹിതനെതിരെ. മഹാപുരോഹിതനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അവൻ്റെ വസ്ത്രത്തിൽ എന്തുണ്ട്? അഴുക്ക്. അങ്ങനെയെങ്കിൽ നമ്മെക്കുറിച്ച് സാത്താൻ എന്തെല്ലാം ആക്ഷേപങ്ങൾ ചെയ്യും. അവൻ്റെ ജോലി തന്നെ എന്താ? ആക്ഷേപം പറയുക. അവനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ ഫോഷ്കിൻ്റെ അപ്പനാണ്. ഫോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാണ് ആര്? പിശാച്. അപ്പം അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരാണെന്ത്? സ്വർഗത്തിൽ 1.5 മണിക്കൂർ മൗനം ഉണ്ടായി. അപ്പം അവൻ്റെ ഏജന്റുമാരാണ് നമ്മളെന്നാണ് അതിൻ്റെ അർത്ഥം. ഫോഷ്ക്ക് പറയുന്നെങ്കിൽ, ആക്ഷേപം പറയുന്നെങ്കിൽ നമ്മുടെ പേരെന്തുവാ? സാത്താൻ്റെ ദൂതൻ, സാത്താൻ്റെ കിങ്കരൻ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആരായിരിക്കാൻ കഴിയില്ല? ദൈവത്തിൻ്റെ മക്കളെന്ന പേര് പറയാൻ നമുക്ക് കഴിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ട ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നുള്ളത് നോക്കിയാൽ മതി. അതിനെന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി.
അപ്പോൾ ഫോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനും പിശാചാണെങ്കിൽ നമ്മളെ ഏത് പേര് വിളിക്കും? നമ്മൾ തന്നെ അങ്ങ് ശോധന ചെയ്താൽ മതി. എനിക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ, അല്ലെങ്കിൽ എനിക്കൊരാളെ കുറിച്ച് ആക്ഷേപം പറയാൻ, എനിക്ക് അവൻ്റെ ജീവിതം ഇങ്ങനാണെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല. കാരണം കുറ്റം വിധിക്കുന്നവൻ ദൈവമാണ്, നീതീകരിക്കുന്നവൻ യഹോവ. ആരെന്നെ കുറ്റം വിധിക്കും? നമ്മളെ ദൈവം നീതീകരിച്ചാൽ ആരും കുറ്റം വിധിക്കുകയില്ല. അത് കുറ്റം വിധിക്കും. പിശാച് ഇങ്ങനെ നടക്കേണ്ട യോശുവയുടെ വസ്ത്രത്തിൽ അല്പം അഴുക്ക് കണ്ടിട്ട് അതിനെ പോലും പിടിച്ചോണ്ടിരിക്കുക. പണ്ടറിയാമല്ലോ, യോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം നമുക്കറിയാം. ദൈവം അവനെക്കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞതാ. അവൻ രക്ഷപ്പെട്ടോടിയതാ. ഓടിയ വഴിക്ക് ഈ അമ്മാമ്മയ്ക്ക് എന്തോ കിട്ടി? യോസഫിൻ്റെ വസ്ത്രം കിട്ടി. അവൻ രക്ഷപ്പെട്ട് ഓടുന്ന വഴിക്ക് അതും ഇവളെ പിടിച്ചപ്പോഴേക്കും അത് അഴിച്ചു കളഞ്ഞ ഒറ്റ ഓട്ടം ഓടി. അവിടെ നിന്നില്ല. അച്ഛൻ വന്ന ഉടനെ അമ്മാമ്മയ്ക്ക് പറയണ്ട, കണ്ടോ യോസഫിൻ്റെ വസ്ത്രം കണ്ടോ? ഇതാരുടെ വസ്ത്രം? ആരുടെ വസ്ത്രം? ഇവിടെ കാര്യവിചാരകത്വത്തിന് വേണ്ടി നീ കൊണ്ടുവന്ന അവനുണ്ടല്ലോ, അവൻ്റെ വസ്ത്രം. വാസ്തവം എന്താ? നമ്മൾ സത്യസന്ധതയോടെ ജീവിച്ചാൽ പോലും പലപ്പോഴും ആക്ഷേപങ്ങൾ നമ്മുടെ മേൽ ചൊരിയപ്പെടാം. ആ സ്ഥാനത്തും എൻ്റെ വസ്ത്രം പോയാലും വേണ്ടില്ല, എൻ്റെ ജീവിതം പോകരുത്. എൻ്റെ വസ്ത്രം പോയാലും വേണ്ടല്ല, എൻ്റെ ജീവിതം പോകരുത്. സ്തോത്രം. ഒരുപക്ഷെ ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടേക്കാം, മുദ്ര ചാർത്തപ്പെട്ടേക്കാം, പക്ഷേ എൻ്റെ ജീവിതം എനിക്ക് കാത്തു സൂക്ഷിക്കണം. ഇന്ന് പകൽ വേള എത്ര പേര് തീരുമാനിക്കും? സ്തോത്രം. എനിക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരാം, ചിലതൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നെന്ന് വരാം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നിന്ദകളും ദുഷികളൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നെന്ന് വരാം. പക്ഷേ അപ്പോൾ എൻ്റെ ജീവിതം കാത്തു സൂക്ഷിപ്പാൻ, എൻ്റെ ആത്മീയ ജീവിതം കാത്തു സൂക്ഷിപ്പാൻ, എൻ്റെ വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിപ്പാൻ എനിക്ക് കൃപ നൽകണമെന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? ഇവിടെ യോശുവയുടെ വസ്ത്രത്തിൽ, അവൻ്റെ കുപ്പായത്തിൽ ഒരല്പം അഴുക്ക് കണ്ടു, അല്പം കറ കണ്ടു. പോയി വന്ന യാത്രയിൽ അവിടെ ഇവിടെ ഒക്കെ പോയി വന്നപ്പോഴേക്കും അവിടെ നിന്ന് ഒരുപക്ഷെ ശുശ്രൂഷ നടത്തിയിട്ട് തിരിച്ചു വന്നപ്പോഴായിരിക്കും, എപ്പോഴാണെന്നറിയില്ല. വീട്ടിലായിരുന്നപ്പോഴാണോ, ആലയത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണോ, അതോ സ്തോത്രം മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ പ്രാകാരത്തിൽ നിൽക്കുന്ന മറ്റുള്ള അവരുടെ സാധാരണ ജനവുമായി വിശ്വാസികളുമായി ഇടപഴകിയ സന്ദർഭത്തിലാണോ, എന്തോ എങ്ങനെയോ എവിടെ വെച്ചോ അല്പം അഴുക്ക് അവൻ്റെ വസ്ത്രത്തിൽ പറ്റി. പിശാചിന് മറ്റൊന്നും ചൂണ്ടിക്കാണിക്കാനില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മൾ എത്ര ഭയത്തോടെ വേണം ജീവിപ്പാൻ, എത്ര കരുതലോടെ വേണം ജീവിപ്പാൻ, അല്ലെങ്കിൽ എത്ര ശ്രദ്ധയോടുകൂടെ വേണം ജീവിപ്പാൻ. ഈ ലോകം അങ്ങനെയുള്ള ലോകമാ. സ്തോത്രം. ഈ ലോകത്തിലെ ജീവിതം അങ്ങനെയുള്ളതാ. പക്ഷേ അതിന്റെ നടുവിൽ ഹല്ലേലൂയ ദൈവ കൃപയോടെ ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമൈതല്ല, ഹല്ലേലൂയ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ദൈവ കൃപ നൽകുന്ന അല്ലെങ്കിൽ സാധ്യമായി തീരുന്നത്. മറ്റുള്ളവരെന്തു പറയുന്നു എന്നുള്ളതല്ല, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആക്ഷേപരഹിതമായ ജീവിതം പലപ്പോഴും നയിക്കാൻ കഴിയില്ല. സ്തോത്രം. എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതം കാത്തു സൂക്ഷിച്ചു പോകുമ്പോൾ തന്നെ പലപ്പോഴും സ്തോത്രം ആക്ഷേപങ്ങൾ നമ്മുടെ മേൽ ചെറിയപ്പെടാം. പക്ഷേ അതിൻ്റെ നടുവിൽ സത്യം അറിയുന്ന, നീതി അറിയുന്ന ദൈവമുണ്ട്. സ്തോത്ര. നീതിയോടെ ഉത്തരമരുള്ള ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാര്യം സമർപ്പിക്കുക, അത്രയാണ് വേണ്ടത്. ഇവിടെ മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൽ അഴുക്ക് കണ്ടിട്ട് സ്തോത്രം അതിനെതിരെ വാദഗതികൾ ഉയർത്തുകയാണ്. സ്തോത്രം. രണ്ടാം വാക്യത്തിൽ യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ എന്ത് ചെയ്യുന്നു? ഭത്സിക്കുന്നു.
യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. അടുത്തത്, ഇവൻ ആരാ? തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി. സ്തോത്രം. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി. അപ്പോൾ ദൈവത്തിന് ഒരുവനെ ശുദ്ധീകരിക്കാനും ദൈവത്തിന് ഒരുവനെ പുതുക്കാനും കഴിയും. ഈ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി, നമുക്കറിയാം, തീയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ അപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് കത്തിക്കൊണ്ടിരിക്കും. പുറത്തേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ചാരം മൂടിയിട്ട് ഒരുപക്ഷെ അല്പസമയം കഴിയുമ്പോഴേക്ക് കെട്ടുപോയെന്ന് വരാം. പക്ഷേ അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ് എന്ന് പറഞ്ഞാൽ അവനും ഒരു തീയാണെന്ന്, അവന് തീയുണ്ടെന്ന്. സ്തോത്രം. അവനെ തള്ളിക്കളയാൻ ഒക്കില്ലെന്ന്. സ്തോത്രം. അവൻ എൻ്റേതാണെന്ന്. നമ്മെക്കുറിച്ച് ദൈവം പറയുമോ? ഇവൻ എൻ്റേതാണെന്ന്, ഇവൾ എൻ്റേതാണെന്ന് നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈവം പറയുമോ? ഇന്ന് പകൽവേള ഒരു സ്വയശോധനയ്ക്ക്, ഒരു അല്ലെങ്കിൽ ദൈവസന്നിധാനത്തിൽ നമ്മെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ മടങ്ങിപ്പോകാൻ. ഞാൻ, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയുന്നു, ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? സാത്താനും അവൻ്റെ സന്തതികളും അവൻ്റെ പരമ്പരകളൊക്കെ അല്ലെങ്കിൽ കിങ്കരന്മാരൊക്കെ പലതും പറഞ്ഞെന്ന് വരാം. പക്ഷെ എന്നെക്കുറിച്ച് എൻ്റെ ദൈവം എന്ത് പറയുന്നു? അവൻ്റെ വസ്ത്രത്തിൽ അഴുക്ക് കണ്ടപ്പോൾ തന്നെ ദൈവം പറയാം, ഇവൻ വീണ്ടെടുക്കപ്പെട്ടവനാ, ഇവൻ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവനാ. സ്തോത്രം. സാഹചര്യവശാൽ, അതുകൊണ്ട് നിങ്ങളൊരു ലൈസൻസ് ആയിട്ട് എടുക്കല്ലേ ഞാൻ ആ പറഞ്ഞ പദം. സാഹചര്യവശാൽ ഇവൻ്റെ വസ്ത്രത്തിൽ അല്പം അഴുക്ക് പറ്റിപ്പോയി, സത്യം തന്നെ. പക്ഷേ ഇവൻ ആരാ? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടൊരു കൊള്ളിയാ. ഇവൻ ആരാ? ഇവൻ എൻ്റെ പൈതലാ. ഇവൻ ആരാ? എൻ്റെ മകനാ. ഇവൾ ആരാ? എൻ്റെ മകളാ. ഇന്ന് പകൽവേള നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവ് സാക്ഷ്യം പറയുമോ? മറ്റാര് നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചത് ആര് പറയുന്നു എന്നുള്ളതല്ല. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് എൻ്റെ വിഷയം. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, എന്നെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയുന്നു എന്നുള്ളത് എൻ്റെ വിഷയം. ഒരുപക്ഷെ നല്ലതെന്ന് പറയും, ഒരുപക്ഷെ ഇപ്പോൾ നല്ലതെന്ന് പറയുന്നവർ അപ്പുറത്തോട്ട് മാറി അടുത്ത നിമിഷം ഇവൻ കൊള്ളരുതാത്തവൻ, ഇവൾ കൊള്ളരുതാത്തവൾ എന്ന് പറയാം. പക്ഷെ അപ്പോഴും എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? മനുഷ്യൻ എന്നെ പുകഴ്ത്തുമ്പോഴും എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? മനുഷ്യനെ നല്ലവനെന്ന് പറയുമ്പോൾ, മനുഷ്യനെ നല്ലവനെന്ന് പുകഴ്ത്തുമ്പോൾ എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് എങ്ങനെ പുകഴ്ത്തുന്നത്? ഞാൻ മോശക്കാരനാണെന്നോ? ഞാൻ മോശക്കാരിയാണെന്നോ? അതോ മനുഷ്യൻ എന്നെ കൊള്ളുകയില്ലെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ നല്ലവനാണെന്നോ? ഏതാണ് ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത്? അതാണ് നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം. പലപ്പോഴും സാക്ഷ്യം നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മൾ പറയുന്ന സാക്ഷ്യം. പക്ഷേ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയാം? അതാ സാക്ഷ്യം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നത് ആ സാക്ഷ്യം. നമ്മളെക്കുറിച്ച് പറയുന്നത്, ഇപ്പം ഞാനൊരു എൻ്റെ ആത്മകഥ എഴുതുകയാണെന്ന് വെച്ചോ, അത് എന്നെക്കുറിച്ച് ഞാൻ തന്നെ എഴുതുന്നതാണ്. അത് എന്നെക്കുറിച്ച് മാത്രമേ അതിനകത്ത് കഴിയൂ. പക്ഷെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയാൽ അതിനകത്ത് അവർ എന്നെക്കുറിച്ച് എന്തെഴുതും? അതാണ് സാക്ഷ്യം. അതാണ് സാക്ഷ്യം. ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല. സ്തോത്രം. മറ്റുള്ളവരെന്നെക്കുറിച്ച് പറയുന്നതാണ് സാക്ഷ്യം. അപ്പോൾ തന്നെ അങ്ങനെ അവൻ മോശക്കാരൻ, നമ്മൾ നല്ല ജീവിതം നയിക്കുമ്പോൾ മറ്റൊരു മോശക്കാരൻ, അത് പറഞ്ഞോട്ടെ. പക്ഷെ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ നീതീകരിക്കുന്ന ദൈവമുണ്ട്, നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കും. ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. അപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ. അടുത്തത്, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ മുമ്പിൽ നിൽക്കുന്നവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഇവരെന്ത് ചെയ്യട്ടെ? ഒരു നല്ലൊരു വസ്ത്രം, അഴുക്കില്ലാത്ത ഉത്സവ വസ്ത്രം ധരിപ്പിക്കട്ടെ. അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത്, യോശുവോട് പറയുകയാണ്, ദൈവം പറയുകയാണ്, 7-ാം വാക്യം ഞാൻ വായിച്ചത്. സ്തോത്രം. നീ എൻ്റെ വഴികളിൽ നടക്കുകയും. ഒരു വിശ്വാസി നടക്കേണ്ടത് ദൈവത്തിൻ്റെ വഴിയിൽ, ഒരു ദൈവപൈതൽ നടക്കേണ്ടത് ദൈവത്തിൻ്റെ വഴിയിൽ. സ്തോത്രം.
അപ്പോൾ 12 സങ്കീർത്തനം 5 വാക്യത്തിൽ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ഞാൻ നിൻ്റെ വഴികൾ എന്ന് വായിച്ച 17-ന്റെ 5 വാക്യം, എൻ്റെ ചുവടുകൾ നിൻ്റെ വഴിയിൽ തന്നെ. 17 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. അപ്പോൾ കാല് വഴുതി പോകുന്നെങ്കിൽ കാരണം എന്താ? നമ്മുടെ ചുവട് എവിടെ അല്ല. സ്തോത്രം. നമ്മുടെ കാൽ വഴുതുന്നെങ്കിൽ നമ്മൾ നിൽക്കുന്നിടം വഴുവഴുപ്പുള്ള സ്ഥലമാണ്. നമ്മൾ ക്രിസ്തു എന്ന പാറമേലല്ല, വഴുതിപ്പോകാൻ സാധ്യതയില്ലാത്തടത്തല്ല. സ്തോത്രം. ഞാൻ എൻ്റെ ചുവടുകൾ, എൻ്റെ കാൽ നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. പറയാമോ? എൻ്റെ കാൽ നിൻ്റെ ചുവടുകളിൽ തന്നെയാണെന്ന്. നിൻ്റെ ചുവട് പറയുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവമെന്ന വഴിയിൽ കൂടെ നടന്നാൽ, ദൈവമാകുന്ന വഴിയിൽ കൂടെ നടന്നാൽ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ ചുവടുകളിൽ തന്നെ നമ്മുടെ കാലുകൾ വെച്ച് നടന്നാൽ വഴുതി പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. മുമ്പോട്ട് പോകുന്നതിനാൽ സ്തോത്രം വിശദീകരിക്കുന്നില്ല. രണ്ടാമത് അവനോട് പറയുന്നത്, നീ എൻ്റെ കാര്യം നോക്കണം. ഒന്ന്, എൻ്റെ വഴികളിൽ നടക്കണം. രണ്ട്, എൻ്റെ കാര്യം നോക്കണം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ആരുടെ കാര്യമാണ്? ഞാൻ നോക്കുന്നത് എൻ്റെയും നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെയോ അല്ലേ? ഒരു ദിവസം ഒന്ന് വിലയിരുത്തിയേ, നമ്മൾ എത്ര നേരം നമ്മുടെ ദൈവത്തോടൊപ്പം നടന്നു? നമ്മൾ ദശാംശം കൊടുക്കുന്നവരാ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയത്തിന് ദശാംശം കൊടുത്താൽ ഞാനും നിങ്ങളും എത്ര സമയം ദശാംശം കൊടുക്കണം ഒരു ദിവസത്തേക്ക്? നമ്മുടെ ദൈവത്തിൻ്റെ കാര്യം എത്രമാത്രം നമ്മൾ നോക്കണം? സ്തോത്രം. എൻ്റെ കാര്യം നീ നോക്കണം. പുരോഹിതനോട് പറയണ്ട, എൻ്റെ വഴികൾ നടക്കണം, എൻ്റെ കാര്യം നോക്കണം. നമ്മുടെ കാര്യം നോക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ കാര്യവും നോക്കണം. വിശദീകരിക്കുന്നത് അടുത്തത്, സ്തോത്രം, എന്തിനു വേണ്ടി, എന്താ നമ്മൾ അവൻ്റെ വഴികൾ നടക്കണമെന്ന് പറയാൻ കാരണം? സ്തോത്രം. എൻ്റെ കാര്യം നോക്കണമെന്ന് പറയാൻ കാരണം, നമ്മളെ രക്ഷിച്ച നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. വേറെ ആരും ഇല്ലാഞ്ഞത് കൊണ്ടല്ല നമ്മളെ രക്ഷിച്ചത്. എന്നെ നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നത്, നമ്മെ വീണ്ടെടുത്ത് കൊണ്ടുവന്നത് മറ്റാരും ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പ്രത്യേകമായ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്, പ്രത്യേകമായ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മെ രക്ഷിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മറ്റാർക്കും കൊടുക്കാത്ത ഭാഗ്യം, മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുള്ളത് കൊണ്ടാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില ഉദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ടാണ്, നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില താല്പര്യങ്ങളുള്ളത് കൊണ്ടാണ്. നമ്മുടെ ചുറ്റുപാട് എത്ര പേരുണ്ട്? നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെ എത്രയോ പേര് താമസിക്കുന്നുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തരായി ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ആക്കി വെച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ വ്യത്യസ്തരായി ജീവിപ്പാൻ, ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടക്കാൻ, ദൈവത്തിന്റെ കാര്യം നോക്കാൻ, അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് വെച്ചത്. പുരോഹിതനായ യോശുവയോട് പറയും, പുരോഹിതനെ ശുശ്രൂഷ ചെയ്യുവാൻ നിന്നെ ഞാൻ തെരഞ്ഞെടുത്താക്കി വെച്ചു. പക്ഷേ ഹല്ലേലൂയ, നീ എൻ്റെ വഴിയിൽ തന്നെ നടന്നിരിക്കണം, നീ എൻ്റെ കാര്യം തന്നെ നോക്കിയിരിക്കണം. പുരോഹിതനോടത് പറയേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. പുരോഹിതനോടത് പറയേണ്ട കാര്യമുണ്ടോ? പുരോഹിതന് അറിയത്തില്ലേ കാര്യങ്ങളൊക്കെ? പക്ഷേ ദൈവം എന്തുകൊണ്ടോ അവരോട് പറയും, നീ എൻ്റെ വഴിയിൽ തന്നെ നടക്കണം. ഇന്ന് പകൽവേള ദൈവം നമ്മോട് പറയും, നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കണം, നമ്മൾ ദൈവത്തിൻ്റെ കാര്യം തന്നെ നോക്കണം. മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ പോകുന്ന സമയം കൊണ്ട് ദൈവത്തിൻ്റെ കാര്യം ഒന്ന് നോക്കിയേ. അടുത്തത്, എൻ്റെ ആലയത്തെ നീ എന്ത് ചെയ്യണം? പരിപാലിക്കണം. എന്നാൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ആലയത്തിലെ പരിപാലന ശുശ്രൂഷയാണ്. പക്ഷെ നീ അത് വിട്ട് മറ്റൊരു ശുശ്രൂഷയ്ക്ക് പോകരുത്, നീ അത് വിട്ട് മറ്റൊരു കാര്യത്തിന് പോകരുത്.
എനിക്ക് വിശദീകരണം എന്താ കാര്യമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. എൻ്റെ ആലയത്തെ നീ പരിപാലിക്കണം. എൻ്റെ ആലയത്തിലുള്ള കുറവ് നീ പരിഹരിക്കണം. ആലയത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ, ആലയത്തിലെ ശുശ്രൂഷ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ, ആലയത്തിൻ്റെ പരിപാലനം നിന്റെ ഉത്തരവാദിത്വമാ. പകൽവേള കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവം നമ്മൾ വസിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുള്ളതാ. മറ്റൊരാൾ വന്നല്ല ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ആലയത്തെ പരിപാലിക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്, എനിക്കും നിങ്ങൾക്കും തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം. യോശുവോട് പറയുന്നു, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കണം. 4-ാമത്തെ കാര്യം, സ്തോത്രം, ആലയത്തെ പരിപാലിച്ചാൽ അതിന് പ്രതിഫലമുണ്ട് കേട്ടോ. സ്തോത്രം, സ്തോത്രം. അടുത്തത്, എൻ്റെ പ്രാകാരങ്ങളെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അങ്ങനെ ആയാൽ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. സ്തോത്രം, സ്തോത്രം. സക്കറിയാവിനോടും പറഞ്ഞതുപോലെ നമുക്കിത് ചിന്തിക്കാം. സക്കറിയാവേ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കണം, എൻ്റെ ആലയത്തെ സൂക്ഷിക്കണം. നമ്മോട് പറയുന്നു, അതെ, നാം ദൈവത്തിൻ്റെ ആലയത്തെ സൂക്ഷിക്കണം. നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ വഴികളിൽ തന്നെ ആയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽവേള ഒന്ന് ശോധന ചെയ്യാമോ? ദൈവത്തിൻ്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നമ്മെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്ന കാര്യം നമ്മൾ അനുസരിപ്പാൻ, അത് നിർവഹിപ്പാൻ, നിവർത്തിപ്പാൻ നമ്മൾ തയ്യാറായാൽ, സ്തോത്രം, പലർക്കും ലഭിക്കാത്ത ഭാഗ്യ പദവിയിലേക്ക്, അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യ പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കും. എവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാനുള്ള ഭാഗ്യം അവൻ നമുക്ക് തരും. മറ്റു പലർക്കും ലഭിക്കാത്ത ഭാഗ്യം. ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ, സ്തോത്ര, ദൈവത്തിൻ്റെ മന്ദിരത്തെ പരിപാലിച്ചാൽ, ദൈവത്തിൻ്റെ കാര്യം നോക്കിയാൽ, ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിച്ചാൽ, നമുക്കും അവരുടെ ഇടയിൽ ഒരാഗമനം ഉണ്ടാകും. എവിടെ വിശുദ്ധന്മാരുടെ ഇടയിൽ നമുക്ക് ഒരാഗമനം ഉണ്ടാകും, നമുക്കൊരു പ്രവേശനം ലഭിക്കും. അത് അനേകർക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്തതാണ്. ഒരുപക്ഷെ നമുക്കും അത് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മളെപ്പോലെ മറ്റുള്ളവർക്കും മറ്റുള്ളവരെ പോലെ നമുക്കും അത് നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതിനെന്ത് വേണം? ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നമ്മൾ നടക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കണം, ദൈവത്തിൻ്റെ കാര്യം നോക്കണം, അവൻ്റെ പ്രാകാരങ്ങളിൽ നിൽക്കണം, സൂക്ഷിക്കണം, ആലയത്തെ സൂക്ഷിക്കണം. അങ്ങനെയായാൽ നമുക്കും അവിടെ ചെന്നെത്താൻ കഴിയും. സ്തോത്രം. ആ ദിവസമുണ്ടല്ലോ, നമ്മൾ കാത്തിരിക്കുന്നൊരു ദിവസമുണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ആ കാത്തിരിക്കുന്ന ആ ദിവസത്തിൽ വിശുദ്ധന്മാരോടൊരുമിച്ച്, കോടാനുകോടി വിശുദ്ധന്മാരോടൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുവാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കും സിദ്ധിക്കും. അതിനുവേണ്ടി ദിവസങ്ങൾ നമുക്ക് ഓടാം, അതിനുവേണ്ടി നമ്മെ തന്നെ ദിവസങ്ങൾ ഒരുക്കാം. നമ്മുടെ തലകളെ വണക്കാമല്ലോ, ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഭംഗപ്പാടുകൾ അനുഭവിച്ചപ്പോൾ, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കഷ്ടതകളേറ്റപ്പോൾ, അടികളേറ്റപ്പോൾ, നിന്ദകളേറ്റപ്പോൾ, പരിഹാസങ്ങളേറ്റപ്പോൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഏറ്റ അടികളും ആ നിന്ദകളും ആക്ഷേപങ്ങളും അത് നമുക്ക് വേണ്ടിയാണെന്ന് ബോധ്യമായാൽ, നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ കർത്താവിനെ നമുക്ക് മറന്നു പോകാൻ, തള്ളിക്കളയാൻ കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് പകൽവേള നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് നോക്കാം, ആ ക്രൂശിങ്ങിലേക്ക് നമുക്ക് നോക്കാം. നമുക്കൊരു പ്രവേശനം വേണം. എവിടേക്ക്? കർത്തൃസന്നിധിയിലേക്ക്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മുമ്പാകെ കോടാനുകോടി വിശുദ്ധന്മാർ നിൽക്കുന്ന അവന്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശനം ഉണ്ടാകുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്യാം. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. നമ്മളെ ഒന്ന് ശോധന ചെയ്യട്ടെ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. നമുക്ക് വേണ്ടി അടിയേറ്റപ്പെട്ടു, നമുക്ക് വേണ്ടി നിന്ദകൾ സഹിച്ചത്, നമുക്ക് വേണ്ടി പരിഹാസങ്ങളേറ്റത്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ആക്ഷേപങ്ങൾ സഹിച്ചത് നമുക്കത് ഓർക്കുവാനിടയാകട്ടെ. നമ്മെ തന്നെ സമർപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം.
കർത്തൃമേശനെ ശുശ്രൂഷ സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് കടന്നു വരാൻ. പാട്ട് പാടുന്ന സുഹൃന്മാർ മുമ്പോട്ട് കടന്നു വന്നു. ഒരു പാട്ടിൻ്റെ അല്ലെങ്കിൽ ചില ചരണങ്ങൾ പാടാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് സംബന്ധിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.